മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ആര്യ രാജേന്ദ്രന്റെ കാലത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്തായിരുന്നു ചെയ്തത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പൊങ്കാല ഇടുന്നതിന് ഉപയോഗിക്കുന്ന ചുടുകല്ലുകൾ നമ്മൾ ശേഖരിക്കുകയും കട്ടകൾ വിവിധ ഭവന പദ്ധതികൾക്ക്, പ്രത്യേകിച്ചും ലൈഫ് ഭവന പദ്ധതികൾക്ക് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി ശേഖരിക്കുക എന്ന പ്രവർത്തനവും നഗരസഭ ഇത്തവണ ചെയ്യുന്നുണ്ട്. പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾ ഈ കട്ടകളെല്ലാം അവിടെ തന്നെ നിക്ഷേപിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഭക്തർ എന്തു കൊണ്ടുവരുന്നോ അതൊക്കെ തന്നെ അടിച്ചു മാറ്റാനുള്ളൊരു വലിയ പദ്ധതി. ചുടുകല്ല് പോലും അവിടെ ഉപേക്ഷിക്കണോ, ഇല്ലെങ്കിൽ ഞെട്ടിക്കലേ, എന്നിട്ടത് ലൈഫ് പദ്ധതിയിലേക്ക് ഉപയോഗിക്കുമെന്ന്. എന്നിട്ട് ഈ ഭക്തരുടെ ചുടുകല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ക് പിന്നീട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര ലൈഫ് പദ്ധതിക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാ. ഇവിടെ എന്ത് നടന്നാലും അതിൽ നിന്നെങ്ങനെ എന്തൊക്കെ ആളുകളിൽ നിന്ന് ഊറ്റിയെടുക്കാം എന്നുള്ളതല്ലേ ഈ ആര്യ രാജേന്ദ്രനൊക്കെ മേയറായ സമയത്ത് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. എന്നാൽ പുതിയ മേയർ വി രാജേഷ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്തവണ ചെയ്യുന്നത് എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം, അദ്ദേഹം പറയുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു. നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. 15-ാം തീയതിക്ക് മുമ്പ് പണി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 20-ാം തീയതിക്ക് അപ്പുറം പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കാത്തുസൂക്ഷിച്ച് പോകുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ് പല റോഡുകളും മുമ്പ് പണി പൂർത്തിയാക്കിക്കൊണ്ടത്. അപ്പം ഞങ്ങൾ ആദ്യം ഈ ഭരണസമിതി ചുമതലയേറ്റ് ആദ്യം തന്നെ പറഞ്ഞു, പൊങ്കാലയിടാൻ വരുന്നവരുടെ വസ്ത്രങ്ങളിൽ തന്നെ ടാറ് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. 14-ാം തീയതി തന്നെ അവർ ഏകദേശം എല്ലാ വർക്കും പൂർത്തിയാക്കി. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ശിവരാത്രിയൊക്കെ വരുന്നതുകൊണ്ട് 1-2 ദിവസം കൂടെ നീണ്ടുപോയേക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റി. തലേ ദിവസം പൊങ്കാലയുടെ തലേ ദിവസമാണ് ഈ വർക്കുകളൊക്കെ തീർക്കുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കില്ല. ഇത് മരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ തന്നെ പല സ്ഥലങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മേയർ എന്നുള്ളതെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞാൽ മറ്റുള്ള വാർഡുകളിലെ കൗൺസിലർമാരെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോവുകയാണ് വർക്ക് വിലയിരുത്താൻ വേണ്ടി. അപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ തീർക്കാൻ സാധിക്കും. ഒരു 20 ദിവസം മുമ്പ് തന്നെ, പൊങ്കാലയ്ക്ക് 20 ദിവസം മുമ്പ് തന്നെ റോഡിൻ്റെ ടാർ പണി പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? അതായത് ആറ്റുകാൽ പൊങ്കാല മാർച്ച് 3-ന് നടക്കുന്നതിന് അതിനു മുമ്പേ ആയിട്ട് 10 ദിവസങ്ങൾക്ക് മുമ്പേ സകല പണിയും പൂർത്തീകരിച്ച് അത് പ്രഖ്യാപനം നടത്തുന്നതാ നമ്മൾ ഈ കാണുന്നത്. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ ടാറ് വരെ വരുന്ന ഭക്തരുടെ ഡ്രസ്സിലൊക്കെ ആവുന്നത്. വലിയ മാറ്റം. അതായത് തിരുവനന്തപുരം ജനത, തിരുവനന്തപുരത്തിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി മേയർ ആവുമ്പോ ഭക്തർക്ക് കിട്ടുന്ന ഗുണങ്ങളാ ഇതൊക്കെ. സകല മലയാളികളും തിരിച്ചറിയണോ? എന്താണോ ഭക്തര്, എന്താണോ സാധാരണക്കാര് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് സകല ആളുകളും തിരിച്ചറിയേണ്ടത്. അതായത് മാർച്ച് 3-ന് നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലക്കും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സകല പണിയും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഡൽഹി യാത്ര കഴിഞ്ഞ് ഇന്നലെ രാത്രി തിരിച്ചെത്തിയ ശേഷം ഇന്ന് രാവിലെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ടാറിംഗ് നടക്കുന്ന വാർഡുകളിൽ സഹപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഒപ്പം സന്ദർശനം നടത്തി 2-3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ വർക്കുകളും പൂർത്തിയാക്കാനാകും. അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പണിക്ക് പിന്നാലെയും മേയർ നടക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഇടപെടലുകൾ നിരന്തരം മേയർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും റെയിൽവേ ഒക്കെയായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ മന്ത്രാലയം. എറണാകുളം, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് 3-ന് പ്രത്യേക റിസർവ്ഡ്, അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് നടത്തും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് വന്ദേ ഭാരത്, ജനശതാബ്ദി തുടങ്ങിയ പ്രധാന ട്രെയിനുകൾക്ക് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ മാർച്ച് 3-ന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. പൊങ്കാല കഴിഞ്ഞു മടങ്ങുന്നവർക്കായി തിരുവനന്തപുരത്ത് നിന്ന്
എറണാകുളം ഭാഗത്തേക്ക് വൈകുന്നേരം പ്രത്യേക ട്രെയിനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് അമൃത എക്സ്പ്രസ്, മധുര പുനലൂർ എക്സ്പ്രസ് എന്നിവയ്ക്ക് കഴക്കൂട്ടം, ചിറയിൻകീഴ്, പള്ളിയാടി, ബാലരാമപുരം സ്റ്റേഷനുകളിൽ താൽക്കാലിക സ്റ്റോപ്പുകൾ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കി. വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും സുഗമമായ യാത്രക്കും സൗകര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് എന്നും ഭക്തർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് വരുന്ന ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ആര്യ രാജേന്ദ്രനും സംഘവും ഒക്കെ ഈ കോർപ്പറേഷൻ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചുടുകല്ല് പോലും കട്ടെടുത്ത് എങ്ങനെ മുന്നോട്ട് പോവാമെന്നാണ് ആര്യ രാജേന്ദ്രനും കൂട്ടരും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതവിടെ ഉപേക്ഷിക്കണം. ചുടുകല്ല് പോലും ഞങ്ങൾക്ക് വേണം, അത് ലൈഫ് പദ്ധതിയിലേക്കാണ് എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ക് പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഏതായാലും അറിയില്ല. ഞാൻ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്തു എന്നൊന്നും ഞാനൊന്നും വിളിച്ച് പറയുന്നുമില്ല. എന്ന് തന്നെയായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് വലിയ രീതിയിൽ വരുന്ന ആറ്റുകാൽ പൊങ്കാലയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു നഗരസഭ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ തന്നെ വലിയ രീതിയിൽ തിരുവനന്തപുരത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത്, ഒരു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വേണമോ അതൊക്കെ തന്നെ മേയറുടെ നേതൃത്വത്തിൽ, VV രാജേഷിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ മലയാളികൾ തിരിച്ചറിയണം. ഒരു പ്രോഗ്രാം നമ്മൾ പ്രത്യേകം കണ്ടതാണ് കഴിഞ്ഞ തവണയൊക്കെ. ടാറ് പോലും വരുന്ന ഭക്തരുടെ വസ്ത്രത്തിലായിട്ടുള്ളതാ. അതായത് വർഷത്തിലും നടക്കുന്ന ഒരു വലിയ പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും ഇടതുപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ ഉള്ള BJP എങ്ങനെ നോക്കിക്കാണുന്നത്? ഇത് യഥാർത്ഥത്തില് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ എത്തിയതോട് കൂടിയിട്ട് പെട്ടിരിക്കുന്നത് കേരളത്തിലെ LDF UDF. അവരിങ്ങനെ മാറി മാറി ഭരിക്കും. അവരൊരുമിച്ച് കക്ക മുക്ക നക്ക എന്നുള്ള നിലപാടുമായിട്ട് UDF ആണെങ്കിൽ UDF കക്ക മുക്ക നക്ക, LDF ആണെങ്കിൽ കക്ക മുക്ക നക്ക, ഇവര് കൂട്ടമായിട്ടൊരു കൂട്ടുകച്ചവടം നടത്തിയത് ഇത്രയും കാലം മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോ തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ ഭരിച്ചു തുടങ്ങിയതോട് കൂടിയിട്ട് ജനത തിരിച്ചറിയാ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ഗുണങ്ങളാണ് സാധാരണക്കാർക്ക് ലഭിക്കുക. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി അങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കുമ്പോഴും കൃത്യമായിട്ട് BJP സ്കോർ ചെയ്ത് തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ BJP മുന്നോട്ട് പോകുമ്പോ വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ടിലൊക്കെ കൃത്യമായിട്ട് അതിൻ്റെതായ ഗുണം കേരളത്തിലെ ബോധമുള്ള മലയാളികൾ BJPക്ക് ഉണ്ടാക്കുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.